നമസ്കാരം. പുനലൂർ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വ്യത്യസ്തമായ ട്രാഫിക് ബോധവൽക്കരണവുമായി പുനലൂർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. ഹെൽമറ്റ് ധരിക്കാത്തവരെയും അമിത വേഗതയിൽ വാഹനമോടിക്കുന്നവരെയും ഉച്ചഭാഷണിയിലൂടെ ബോധവൽക്കരിക്കുകയാണ് രാംജി കെ കരൺ. തലവൂർ ദേവിവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ അരിങ്ങട 135 നമ്പർ അംഗൻവാടിയിലെ അധ്യാപികയും ആയയെയും ആദരിച്ചു. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി നടത്തിയ ചടങ്ങുകൾ വാർഡ് മെമ്പർ ദീപ ഉദ്ഘാടനം ചെയ്തു. പത്തനാപുരത്ത് നടന്ന വാഹന പരിശോധന തടസ്സപ്പെടുത്തിക്കൊണ്ട് വ്യാപാരിയുടെ ഒറ്റയാൾ സമരം. വ്യാഴാഴ്ച വൈകിട്ട് പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിലാണ് സംഭവം. തുടർന്ന് പത്തനാപുരം സബ് ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിച്ചു. പത്തനാപുരം സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂളിൽ നടത്തിയ ഓണാഘോഷ പരിപാടികൾ KG വിഭാഗം കുട്ടികൾക്ക് ആവേശമായി. ഓണപ്പാട്ടും പുലികളികളുമായി കൊച്ചുകൂട്ടർ ഒത്തുകൂടിയത് നയനാനന്ദകരമായി മാറി. തെന്മല പരപ്പാർ അണക്കെട്ടിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 3 ഷട്ടറുകളും 5 സെന്റിമീറ്റർ വീതം തുറന്നു. സംഭരണശേഷിയുടെ 13 അടി വരെ ജലം അടുത്തെത്തിയ സാഹചര്യത്തിലാണ് ഷട്ടർ തുറന്നത്. വ്യത്യസ്തമായ ആഘോഷ പരിപാടികളുമായി പത്തനാപുരം സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂൾ. വിദ്യാർത്ഥികൾ അണിനിരന്ന ഹാപ്പി ഓണം ഏറെ പ്രത്യേകതയായി. വിശദമായ വാർത്തകളിലേക്ക്. ഓണാഘോഷങ്ങൾക്ക് പത്തരമാറ്റു പകിട്ടേകുവാൻ ഉഗ്രൻ സമ്മാനങ്ങളുമായി പുനലൂർ ഇടിമണ്ണിക്കൽ ജുവലറി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇടിമണ്ണിക്കൽ ജുവലറി പുനലൂർ. വ്യത്യസ്തമായ ട്രാഫിക് ബോധവൽക്കരണവുമായി പുനലൂർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്. ഹെൽമറ്റ് ധരിക്കാത്തവരെയും അമിത വേഗതയിൽ വാഹനമോടിക്കുന്നവരെയും ഉച്ചഭാഷണിയിലൂടെ ബോധവൽക്കരിക്കുകയാണ് രാംജി കെ കരൺ. KL2U 5978 ഹെൽമറ്റ് ധരിക്കുക. ഇരുചക്ര വാഹനം ഓടിക്കുന്നവരും പിന്നിലിരിക്കുന്നവരും നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കുക. റോഡ് നിയമങ്ങൾ പാലിക്കൂ. റോഡിൽ സുരക്ഷിതമാവും. ഓണപ്പാച്ചിലിൽ അപകടം ഒഴിവാക്കാൻ പുനലൂരിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ബോധവൽക്കരണം. നഗരത്തിൽ ഹെൽമറ്റ് വെക്കാതെ പോകാമെന്ന് കരുതണ്ട, ഉടൻ ഒരു അശരീരി കേൾക്കാം. ഈ നമ്പറിലുള്ള ഇരുചക്ര വാഹനം ഓടിക്കുന്നയാളും പിന്നിലിരിക്കുന്നയാളും ഹെൽമറ്റ് ധരിക്കൂ. അങ്ങനെ ഹെൽമറ്റ് ധരിക്കാത്തവരെയും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരെയും തെറ്റായ പാർക്ക് ചെയ്യുന്നവരെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വാഹനത്തിലെ ഉച്ചഭാഷണി സംവിധാനം ഉപയോഗിച്ച് നിർദ്ദേശങ്ങൾ നൽകുന്ന പരിപാടിയാണ് പുനലൂർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാംജി കെ കരന്റെ നേതൃത്വത്തിൽ 2 ദിവസമായി പുനലൂർ നഗരത്തിലുടനീളം നടക്കുന്നത്. ഓണത്തിരക്കിനിടയിൽ അപകടം ഒഴിവാക്കാനും തിരക്കും ഗതാഗതക്കുരുക്കും ഒഴിവാക്കാനും പുതിയ മോട്ടോർ വാഹന നിയമത്തിലെ വലിയ പിഴ ഒഴിവാക്കാനും അവ എത്രയെന്ന് ബോധവൽക്കരിക്കാനും ഈ ഉദ്യമം ഉപകരിക്കുമെന്ന് ജോയിന്റ് RTO വി സുരേഷ് കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തലവൂർ ദേവിവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ അരിങ്ങട 135 നമ്പർ അംഗൻവാടിയിലെ അധ്യാപികയും ആയയെയും ആദരിച്ചു. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി നടത്തിയ ചടങ്ങുകൾ വാർഡ് മെമ്പർ ദീപ ഉദ്ഘാടനം ചെയ്തു. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി തലവൂർ ദേവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSE വിഭാഗം നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ അരിങ്ങട 135 നമ്പർ അംഗൻവാടിയിലെ കുട്ടികൾക്ക് കളിപ്പാട്ട വിതരണം നടത്തി. തുടർന്ന് അംഗൻവാടിയിലെ അധ്യാപിക ലൈല, സഹായിയായ മണിയമ്മ എന്നിവരെ ആദരിച്ചു. ചടങ്ങുകൾ വാർഡ് മെമ്പർ ദീപ ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ ഭാനുപ്രസാദ് B, അമൃത കമൽ, സതീശൻ പിള്ള, കുട്ടികളായ ലക്ഷ്മി, ഗോകുൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരത്ത് നടന്ന വാഹന പരിശോധന തടസ്സപ്പെടുത്തിക്കൊണ്ട് വ്യാപാരിയുടെ ഒറ്റയാൾ സമരം. വ്യാഴാഴ്ച വൈകിട്ട് പത്തനാപുരം സെൻട്രൽ ജംഗ്ഷനിലാണ് സംഭവം. തുടർന്ന് പത്തനാപുരം സബ് ഇൻസ്പെക്ടർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിച്ചു. റോഡ് അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ ഇരുചക്ര വാഹനയാത്രികർ ഹെൽമറ്റ് ധരിക്കണമെന്നും 4 ചക്ര വാഹനയാത്രികർ സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കണമെന്നും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് തടയണമെന്നും നിർദ്ദേശം നൽകിയെങ്കിലും ഇത് അംഗീകരിക്കാൻ വാഹന യാത്രികർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പോലീസ്, RTO എന്നീ വിഭാഗങ്ങൾ റോഡ് സുരക്ഷ മുൻനിർത്തി പരിശോധനകൾ കർശനമാക്കിയത്. എന്നാൽ ഇതിന്റെ ഭാഗമായി പത്തനാപുരം നഗരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുവരുന്ന വാഹന പരിശോധന കാരണം വ്യാപാരം നടക്കുന്നില്ല എന്നാരോപിച്ച് നഗരത്തിലെ പ്രധാന വ്യാപാരി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. എന്തോ നടപടിക്രമമായത്? നിങ്ങൾ കുറച്ചുനേരം ടൗണിൽ കുറച്ച് കൂടുതൽ വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുന്ന നടപടി ശരിയാണോ? നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ടൗണിന്റെ പുറത്ത് പോയി ചെക്ക് ചെയ്യാം. ടൗണിൽ നിന്നുള്ള വണ്ടിയെല്ലാം കൂടെ ചെക്ക് ചെയ്യണമെന്ന് വകുപ്പ്. ഇവിടെ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യേണ്ട എന്നാ ഒരു കാര്യം ചെയ്യാം, ടൗണിൽ വണ്ടി കയറാത്ത രീതിയിൽ ഞങ്ങളുടെ കച്ചവട സാധനങ്ങൾ നടത്തി തരാം. എന്താ? തുടർന്ന് പത്തനാപുരം പോലീസ് സബ് ഇൻസ്പെക്ടർ ജോസഫ് ലിയോൺ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി. ഇത് ഏറെ നേരത്തെ പരിശോധനകൾക്ക് തടസ്സമായി. SP-യുടെ കർശന നിർദ്ദേശമുണ്ടെന്നും ജോലി കൃത്യമായി ചെയ്യുന്നതിന് അനുവദിക്കണമെന്നും പോലീസ് ഉദ്യോഗസ്ഥരും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.
പത്തനാപുരം സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂളിൽ നടത്തിയ ഓണാഘോഷ പരിപാടികൾ KG വിഭാഗം കുട്ടികൾക്ക് ആവേശമായി. ഓണപ്പാട്ടും പുലികളികളുമായി കൊച്ചുകൂട്ടർ ഒത്തുകൂടിയത് നയനാനന്ദകരമായി മാറി. പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പാഠ്യേതര വിഷയത്തിലും പ്രത്യേകിച്ച് ആനന്ദകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചും പത്തനാപുരം സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂൾ ശ്രദ്ധേയമാകുന്നു. KG വിഭാഗം വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം ഓണപരിപാടികൾ നടത്തിക്കൊണ്ടാണ് ഓണം അവധിക്കായി സ്കൂൾ അടച്ചത്. ഇനി 10 ദിനങ്ങൾ കുട്ടികൾക്ക് കളികളുടെയും ആനന്ദത്തിന്റെയും നല്ല നാളുകൾ നേർന്നുകൊണ്ട് അധ്യാപകരും പ്രിൻസിപ്പാൾ, വൈസ് പ്രിൻസിപ്പാൾ, അനധ്യാപകർ, PTA പ്രസിഡന്റ്, മദർ PTA എന്നിവർ ചേർന്ന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകം ആഘോഷങ്ങൾ തയ്യാർ ചെയ്തു. അധ്യാപിക പാടിക്കൊടുത്ത പാട്ടിനൊത്ത് കുരുന്നുകാലികൾ നൃത്തം ചെയ്തപ്പോൾ വിദ്യാർത്ഥികൾ ആവേശത്തോടെ പുഞ്ചിരി തൂകി. ഇവരുടെ ഇടയിലേക്കെത്തിയ മാവേലി വേഷധാരിയും പുലികളും ആഘോഷങ്ങൾക്ക് പകിട്ടേകി. ആഘോഷങ്ങൾക്കിടയിലും കുരുന്നുകൾ അധ്യാപക ദിനം മറന്നില്ല. തങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർക്കായി അവർ സ്വയം തയ്യാർ ചെയ്ത ഗ്രീറ്റിംഗ്സുകൾ കൈമാറി അധ്യാപകരെ ഈ ദിനത്തിൽ ആദരിച്ചത് വ്യത്യസ്ത അനുഭവമായി മാറി. ക്ലാസ് മുറ്റത്ത് തയ്യാർ ചെയ്ത സ്ഥലത്ത് ഇവർ ആടിയും പാടിയും തുള്ളിച്ചാടിയും ഓണം ആഘോഷിച്ചു. ഇനി 10 ദിനങ്ങൾ ഈ ക്ലാസ് മുറികൾ നിശ്ചലമാകും. വളകളുടെയും കൊലുസുകളുടെയും കലപില ശബ്ദങ്ങൾ ഇനി ഓണത്തിന് ശേഷം സജീവമാകുന്നതും കാത്തിരിക്കുകയാണ് ഇവിടെയുള്ള അധ്യാപകർ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. തെന്മല പരപ്പാർ അണക്കെട്ടിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 3 ഷട്ടറുകളും 5 സെന്റിമീറ്റർ വീതം തുറന്നു. സംഭരണശേഷിയുടെ 13 അടി വരെ ജലം അടുത്തെത്തിയ സാഹചര്യത്തിലാണ് ഷട്ടർ തുറന്നത്. തെന്മല മുതൽ ശാസ്താംകോട്ട വരെ നീളുന്ന ഇടതുകര കനാൽ വഴിയും കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ജലം എത്തിക്കുന്ന വലതുകര കനാലും ചേർന്നതാണ് കല്ലിട ഇറിഗേഷൻ പ്രൊജക്ട്. ഇതിനുവേണ്ടി ജലം സംഭരിക്കുന്ന
തെന്മല ഡാമിലെ ജലത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ഇരു കനാലുകൾ വഴി ജലസേചനം നടത്തുകയും ചെയ്യുക വഴി കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകിയിരുന്നു. കടുത്ത വേനൽക്കാലത്ത് കനാൽ കടന്നുപോകുന്ന പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് ജലദൗർലഭ്യത്തിന് ഏറെ പരിഹാരമാകും വിധം പ്രധാന കനാലുകളും ഉപകനാലുകളും കടന്നുപോകുന്നു. കിഴക്കൻ മേഖലകളിൽ മഴ കടുത്തതോടെ തെന്മല പരപ്പാർ അണക്കെട്ടിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി 3 ഷട്ടറുകളും 5 സെന്റിമീറ്റർ വീതം തുറന്നു. 381.23 അടി ആണ് ഡാമിന്റെ സംഭരണശേഷി. എന്നാൽ 368.438 അടി വെള്ളം ഇപ്പോൾ സംഭരിച്ചിരിക്കുന്നു. അതിനാലാണ് ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി സജീവ്, എ റാണി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഷട്ടർ തുറന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. വ്യത്യസ്തമായ ആഘോഷ പരിപാടികളുമായി പത്തനാപുരം സെന്റ് മേരീസ് റെസിഡൻഷ്യൽ സ്കൂൾ. വിദ്യാർത്ഥികൾ അണിനിരന്ന ഹാപ്പി ഓണം ഏറെ പ്രത്യേകതയായി.